യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം സ്വാഗതം. ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ നമ്മൾ ഇൻഡിവേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു, അതിന്റെ ട്രേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് ഭാഗമായിട്ടുള്ള വീഡിയോ ആണിത്. അത് നമ്മൾ ടൈമർ സ്വിച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക. നമ്മൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയ അതിന് ഓട്ടോമാറ്റിക് ആയി ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈമർ സ്വിച്ച് ആവശ്യമുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ട്രേക്ക് മോട്ടറിന് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഇതാണ് നമുക്ക് വീഡിയോ. ഇപ്പോൾ ഇതാണ് ടൈമർ സ്വിച്ച്. ഇത് നമ്മൾ എഗ് ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇൻക്യുബേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എഗ് നമുക്ക് ടൈമിന് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇടവേളയിൽ ഇത് നമുക്ക് ഇൻക്യുബേറ്ററിലെ കോഴിമുട്ടകൾ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ആവശ്യത്തിനാണ് കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ട്രേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതിൽ മോട്ടർ കണക്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. ആ മോട്ടറിന്റെ കണക്ഷനാണ് ഇതിൽ വരിക. അപ്പോൾ ഇതിന്റെ കണക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് പരിചയപ്പെടാം. ഇതിന്റെ വഴിഭാഗം വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇൻപുട്ട് AC 1 to 2 ലീഡറാണ് നമുക്ക് ഇൻപുട്ട് AC കറണ്ട് കൊടുക്കുന്നത്. 200 to 250 വോൾട്ടാണ് ഇതിന്റെ ഓൾ എഴുതിയത്. അതുപോലെ തന്നെ 3 to 5 ആണ് നമ്മൾ റിലേ സ്വിച്ചിങ് വരുന്നത്. 3 to 4 വരുന്നത് സ്വിച്ചിങ് വരുന്നത് അത് ഓൾറെഡി കണ്ടിന്യൂറ്റി ആയിരിക്കും, സ്വിച്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 3 to 5 ഞാൻ നിങ്ങൾക്ക് ഡയഗ്രാം വരച്ചിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ഷൻസ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ സ്വിച്ച്. ഇത് നമ്മൾ തിരിച്ചിട്ട ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ AC മോട്ടർ വരുന്നത്, AC സപ്ലൈ കൊടുക്കുന്ന സ്റ്റെപ്പ് മോട്ടർ. ഇത് 5 to 6 RPM ആണ് ഇതിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് പറയുന്നത്. അപ്പൊ ഇത് 3 or 4 അല്ലെങ്കിൽ 5, 6 RPM നിങ്ങൾ മോട്ടർ വാങ്ങാൻ കിട്ടും. അപ്പൊ അതാണ് ഇത്. 230 വോൾട്ടാണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത്. ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടും അതുപോലെ തന്നെ 230 വോൾട്ടാണ്. അപ്പോൾ അതിന്റെ കണക്ഷനാണ് ഈ 1, 2 ലീഡുകളിൽ 230 വോൾട്ടിന്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് നേരിട്ട് കോഡ് വയർ ഉപയോഗിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ന്യൂട്രൽ വയർ എടുത്ത് നമ്മൾ നേരെ തന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ന്യൂട്രൽ വയർ നമുക്ക് മോട്ടറിലേക്ക് കൊടുക്കാം, AC മോട്ടറിലേക്ക് നേരിട്ട് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഈ 1 നമുക്ക് ഫേസ് ആയിരിക്കും വരിക. ഈ 1 നമ്മൾ 3-ാം ലെഗിലേക്ക്, 3-ാമത്തെ പിന്നിലേക്ക് നമ്മൾ 1 ഒരു കണക്ഷനാണ് കൊടുത്തിടുക. അതാണ് നമ്മുടെ റിലേയിൽ വരുന്നത്, സ്വിച്ചിങ് വരുന്നത്. അപ്പോൾ അതങ്ങനെ കൊടുത്തിടുക. 1 3 കണക്ഷൻ കൊടുക്കുക. ഇതില് 3, 4, 5 2 ലീഡുകൾ കൂടി ഉണ്ട്. അപ്പൊ 4 നമ്മൾ ഒഴിവാക്കുക. 5-ാമത്തെ ലീഡിൽ ഈ തരത്തിലുള്ള ഈ സൈഡിലുള്ള 5-ാമത്തെ ലെഗിൽ നിന്ന് നേരെ നമുക്ക് മോട്ടറിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. ഇതാണ് ഇതിന്റെ ഏകദേശം നമ്മൾ കണക്ഷൻസ് വരുന്നത്. ഇത് എത്ര എളുപ്പമാണ്, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടൈമർ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1, 1, അതുപോലെ തന്നെ 3 മണിക്കൂർ ഇടവിട്ട് 2, 3, 4 ഇനി അടുത്ത ടേണിങ് 4 4. അപ്പൊ 4 കഴിഞ്ഞാൽ 4, 1 ആണ്. 4 മണിക്ക് ഓൺ ആയാൽ 4, 1 ഓഫ് ആവും. അതുപോലെ തന്നെ അടുത്ത് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ 3 മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു മിനിറ്റ് ആണ് ഇത് ടേണിങ്ങിന് വേണ്ടിയിട്ട് ഓണുള്ള കണ്ടീഷനിലുള്ള വെക്കുന്നത്. 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റിൽ ആണ് നമ്മൾ ഇതിന്റെ റിലേ ഓൺ ആയിരിക്കുക. അപ്പോൾ 1 മണിക്ക് ഓൺ ആയാൽ 1, 1 ഓഫ് ആവും. അങ്ങനത്തെ രീതിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 മണിക്കൂർ ഇടവിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടൈമർ അടിക്കുക. ടൈമറിൽ ഇത് ഓണിലാണ്. ഇവിടെ ഒരു ഓൺ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺ കണ്ടീഷനിൽ നമുക്ക് 1 മണിക്ക് സെറ്റ് ചെയ്യാം. 1 മണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹവറിലേക്ക് നമുക്ക് 1 മണി സെറ്റ് ചെയ്യാം. ഇനി ടൈമർ ഒന്നും കൂടി ഞെക്കുക. അപ്പോൾ അത് ഓഫ് മോഡിൽ എങ്ങനെയാണ് വേണ്ടത്, 1 മണിക്ക് ഓഫ് ആയിട്ട് എത്ര മണിക്കാണ് ഓഫ് ആകേണ്ടത് എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ ഹവർ അടിക്കുക, 1 മണി അടിക്കുക. 1 മണി അടിച്ചിട്ട് അത് നമുക്ക് 1, 1 സെറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആകണം. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇനി അടുത്തത് 2, അത് 2 അപ്പോൾ ഓണിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൺ കണ്ടീഷനിൽ നമുക്ക് 4 മണി സെറ്റ് ചെയ്യാം. 4
ഇതില് 4 സെറ്റ് ചെയ്യുക. 4 സെറ്റ് ചെയ്തിട്ട് ഒരു ടൈമർ കൂടെ അടിക്കുക. ഇനി ഓഫ് 4 മണിക്ക് ഓൺ ആയാൽ ഇനി ഓഫ് എത്രയാണ്? ഓഫ് വരുന്നത് 4:01 നമുക്ക് ഓഫ് ആക്കേണ്ടത്. അപ്പൊ 4:01 ഓഫ് ആക്കി. ഇനിയിപ്പോ അടുത്ത് വേണ്ടത് നമുക്ക് 3 മണിക്കൂർ ഇടവിട്ട് 5, 6, 7 അപ്പൊ 7 മണി സെറ്റ് ചെയ്യണം. 7 മണി സെറ്റ് ചെയ്യുമ്പോൾ ഇതില് നമുക്ക് ഹവർ ഞെക്കുക. ഓൺ കണ്ടീഷനിൽ 7 മണിക്ക് ഓണ്, 7 മണിക്ക് ഓണ്. ഇനിയിപ്പോ ടൈമർ ഓഫ്, ടൈമർ ഉള്ള മൂന്നാമത്തത് ഓഫ്. 7 മണി ഒന്ന് കൊടുക്കുക. എന്നിട്ട് 7:01 ആക്കുക. 7:01 നമുക്ക് ഓഫ് ആവണം. ഇപ്പൊ അടുത്തത് അടുത്ത നമ്മൾ സെറ്റ് ചെയ്യുന്നത് 8, 9, 10. ഇനി 10 സെറ്റ് ചെയ്യുന്നത്. 10 നമ്മൾ 1, 2, 3, 4, 5, 6, 7, 10 8 മണി സെറ്റ് ചെയ്തു. ഇനി ഓഫ് ഇനിയിപ്പോ 10:01 ഓഫ് ആക്കുന്നത്. 10:01 ഓക്കെ. ഇനി അടുത്തത് 5 സെറ്റ് ചെയ്യാം. 5 സെറ്റ് ചെയ്തത് 13 ഓണും 13 ഓഫും. 6 16 ഓഫും. അടുത്തത് 7 19 19:1 ഓഫും. അതുപോലെ തന്നെ 8 22 ഓണാവും, 22:1 ഓഫ് ആവും. ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് എല്ലാത്തിലും നമ്മൾ ഫുൾ ഡേ സെലക്ട് ചെയ്യണം. ഇതിൽ ഡേ എന്ന സ്വിച്ച് കാണാം നിങ്ങൾക്ക്. അതിൽ നമുക്ക് ഫുൾ ഡേ സെലക്ട് ചെയ്യണം. ഇത് ഏകദേശം നമുക്ക് 18 നമുക്ക് പ്രോഗ്രാം നമുക്ക് ഇത് ചെയ്യാം. 18 ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത് എന്നാൽ നമ്മൾ ഇതിൽ ഫുൾ ഡേ ആണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് എല്ലാത്തിലും നമ്മൾ ഫുൾ ഡേ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേ നമുക്ക് ഞെക്കിയാൽ നമുക്ക് ഏതാ ദിവസം വേണമെങ്കിൽ ഓൺ ഓഫ് എന്ന് ആക്കാം. ഓക്കെ. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് തെർമോസ്റ്റാറ്റ്. അപ്പൊ ഞാൻ എന്റെ ഇൻക്യുബേറ്ററിലെ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ടും ഉള്ളതിനെ കൊണ്ട് ഏകദേശം നല്ലൊരു വർക്കിംഗ് ആണ്. ഇത് കുറെ ആയത് ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തെർമോസ്റ്റാറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ തെർമോസ്റ്റാറ്റിനെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് നല്ല തെർമോസ്റ്റാറ്റ്, അത്യാവശ്യം നിൽക്കുന്ന തെർമോസ്റ്റാറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം.